dear students, welcome to my maths class. So അപ്പോൾ ഇന്നത്തെ സെഷനിലോട്ട് നമുക്ക് മൂവ് ചെയ്യാം അല്ലേ. നമ്മൾ LPP പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 12 ആണ്, ലീനിയർ പ്രോഗ്രാമിംഗ് ഓർ LPP പ്രോബ്ലംസ്. ഓക്കെ, സോ നമുക്കത് എന്താണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. In our daily life, we come across with problems which seeks to maximize profit or minimize cost. Such type of problems, such class of problems are called optimization problems. അപ്പോൾ ആദ്യം നമുക്ക് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ. Optimization problem is to find maximum profit, minimum cost, etc. Okay, so in this section we deal with a special class of optimization problems known as linear programming പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മളതിനെ LPP എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ LPP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ LPPയിൽ ഫുൾ വരുന്നത് ഒരു വേർഡ് പ്രോബ്ലം തരും അല്ലേ. ആ വേർഡ് പ്രോബ്ലത്തിൽ നമുക്കവിടെ ഫൈൻഡ് ചെയ്ത് ഒന്നില്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം വാല്യൂ കാണുക, അല്ലെങ്കിൽ മിനിമം വാല്യൂ കാണുക, അല്ലെങ്കിൽ മിനിമം റിസോഴ്സസ് കാണുക, മിനിമം യൂസേജ് ഓഫ് റിസോഴ്സസ്. സോ അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഒരു പ്രോബ്ലമാണ് നമ്മുടെ LPP പ്രോബ്ലംസ് എന്ന് പറയുന്നത്. That is, the method of linear programming help us in making the best possible use of limited resources to acquire the best results. കണ്ടോ, ഉള്ള റിസോഴ്സസിൻ്റെ യൂസേജ് ലിമിറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാം. സോ അപ്പോൾ അതാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ ഡീൽ ചെയ്യുന്നത്. സോ ഈ പ്രോഗ്രാമിംഗ്, ഈ ലീനിയർ എന്ന് പറയുന്ന ടേം എന്താ ഇവിടെ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതല്ല, ലീനിയർ ഇക്വാളിറ്റീസ് ഓർ ഇനീക്വാളിറ്റീസ് ആണ് നമ്മളിവിടെ LPP പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ദ പ്രോഗ്രാമിംഗ് ഈസ് ടേംഡ് ലീനിയർ ബിക്കോസ് വി കൺസിഡർ ഓൺലി ലീനിയർ ഇനിക്വേഷൻസ് ഓർ ഇക്വേഷൻസ് ഇൻ ദ പ്രോബ്ലം. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ ഞാൻ റിസോഴ്സ് എന്ന് പറഞ്ഞു. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ദ റിസോഴ്സസ് മേ ബി ഇൻ ദ ഫോം ഓഫ് മെറ്റീരിയൽ, മെഷീൻസ്, മെൻ, എക്സെട്ര. ഓക്കെ, നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് ഫീൽഡിലും യൂസ് ചെയ്യുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അവിടുത്തെ മെറ്റീരിയലായിരിക്കാം, അല്ലെങ്കിൽ മെഷീൻസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ പീപ്പിൾസ് ജോലി ചെയ്യുന്ന ആളുകൾ, മെൻസ് ആകാം. ഓക്കെ, ലീനിയർ പ്രോഗ്രാമിംഗ് ഹെൽപ്പ് us in having best outcome from the given limited resources. ലിമിറ്റഡ് റിസോഴ്സസ് നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ബെസ്റ്റ് ഔട്ട്കം നമുക്ക്, ബെസ്റ്റ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കുക. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ് ഫീൽഡിലൊക്കെ, മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വൈഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസ് ഓർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. നമ്മളിവിടെ ഗ്രാഫിക്കൽ മെത്തേഡ് മാത്രമാണ് നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നമുക്ക് വരുന്നത് സിംപ്ലക്സ് മെത്തേഡ്സ് ഉണ്ട്. സിംപ്ലക്സ് മെത്തേഡിൽ തന്നെ പല വിധത്തിലുള്ള പാറ്റേണിൽ നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. ബിഗം മെത്തേഡ്, ടു ഫേസ് മെത്തേഡ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമ്മൾ LPP പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. എന്താണൊരു LPP പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതൊരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലമാണ്. അതായത് ഒന്നില്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ്, അതായത് അതിൽ വരുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമൈസ് പ്രോഫിറ്റ്, മിനിമൈസ് കോസ്റ്റ്, അല്ലെങ്കിൽ മിനിമം യൂസ് ഓഫ് റിസോഴ്സസ് എക്സെട്ര. സോ അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് LPP ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LPP പ്രോബ്ലം എന്ന് പറയുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ +2 ചാപ്റ്ററിൽ പഠിച്ചു പോകുന്ന, ഡിസ്കസ് ചെയ്യുന്നത് വി ഷാൽ സ്റ്റഡി സം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് ആൻഡ് ദർ സൊല്യൂഷൻസ് ബൈ ഗ്രാഫിക്കൽ മെത്തേഡ് ഓൺലി. ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് ആദ്യം വേർഡ് പ്രോബ്ലം ആയിരിക്കും തരുന്നത്. ഓക്കെ, ആ വേർഡ് പ്രോബ്ലത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് തന്നിരിക്കുന്ന വേർഡ് പ്രോബ്ലം വായിച്ചിട്ട് അതിനെ മാത്തമാറ്റിക്കൽ ഇനീക്വാളിറ്റീസും കൺസ്ട്രെയിൻസും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ്, വേരിയബിൾസ്, അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെ മാത്തമാറ്റിക്കൽ ഫോമുലയിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ ഫോമുല വെച്ചിട്ടാണ് നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ഫോമുലേഷനാണ് നോക്കേണ്ടത്. ഫോമുലേഷൻ ഇതിൻ്റെ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ, ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കേട്ടോ. ഇത് കണ്ടോ, എ ഫർണിച്ചർ ഡീലർ ഡീൽസ് ഇൻ ഓൺലി 2 items, tables and chairs.
He has rupees 50,000 to invest and has storage space of at most 60 pieces. A table cost rupees 2,500 and chair rupees 500. He estimates that from the sale of one table he can make a profit of rupees 250 and that from the sale of one chair a profit of rupees 75. He wants to know how many tables and chairs he should buy from the available money so as to maximize his total profit, assuming that he can sell all the items which he buys. ഓക്കെ, ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ LPP പ്രോബ്ലം എന്ന് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. ഒരു ഫർണിച്ചർ ഡീലർ 2 ടൈപ്പ് ഓഫ് ഐറ്റംസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ടേബിൾസും ചെയേഴ്സും. അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് rupees 50,000 റുപ്പീസാണ്. അതുപോലെ തന്നെ അയാൾക്ക് അയാളുടെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് 60 പീസസ് വരെയാണ്. ഇനി ഒരു ടേബിളിൻ്റെ കോസ്റ്റ് 2,500 റുപ്പീസും ഒരു ചെയറിൻ്റെ കോസ്റ്റ് 75 റുപ്പീസുമാണ്. ഓക്കെ, അയാൾ എസ്റ്റിമേറ്റ് ചെയ്യാണ് ഒരു ടേബിൾ അയാൾക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 250 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. ഒരു ചെയർ വിറ്റാൽ അയാൾക്ക് 75 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ ഓക്കെ, അയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് അയാൾ എത്ര ചെയേഴ്സ് വാങ്ങണം, എത്ര ടേബിൾസ് വാങ്ങണം? അപ്പോൾ ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ മാക്സിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫോമുലേറ്റ് LPP പ്രോബ്ലത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ആദ്യം ഡിസിഷൻ വേരിയബിൾസ് ഫൈൻഡ് ചെയ്യണം. അതായത് ഇവിടെ ഇപ്പോൾ ഈ വേർഡ് പ്രോബ്ലം അല്ലേ, ഈ വേർഡ് പ്രോബ്ലത്തിനെ ഞാനിനി മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ആദ്യം നമുക്ക് വേരിയബിൾസിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. അതായത് അവിടുത്തെ വേരിയബിൾസ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. വേരിയബിൾസിനാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് നിന്ന് നെയിം ചെയ്ത് വെക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിതിനെ മാത്തമാറ്റിക്കൽ ഫോമുലയിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ഇനി നമ്മളിതിനെ എങ്ങനെ ഫോമുലേറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണ്. ഈ വേർഡ് പ്രോബ്ലത്തിന് നമുക്ക് എങ്ങനെ ഫോമുലേറ്റ് ചെയ്യാം? പ്രോബ്ലം ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതിനെങ്ങനെ ഫോമുലേറ്റ് ചെയ്യാം? To formulate the LPP problem, first we want to identify its decision variables. ഓക്കെ, ഇതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ഏതാണെന്നുള്ളത് ആദ്യം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഡിസിഷൻ വേരിയബിൾസ് എടുത്താലല്ലേ നമുക്ക് ഈ പ്രോബ്ലത്തിനെ കുറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂസ് വേരി ചെയ്യുന്നത്, ഓക്കെ, എങ്ങനെ ഇതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം എന്നൊക്കെ ഡിസിഷൻ വേരിയബിൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് എടുക്കുക. ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം അയാളുടെ ബിസിനസ്സിലെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് 2 ഐറ്റംസാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ടേബിൾസും ചെയേഴ്സും. ഓക്കെ, അപ്പോൾ ടേബിൾസിൻ്റെ കൗണ്ട് ടേബിൾസിൻ്റെ കൗണ്ടും ചെയേഴ്സിൻ്റെ കൗണ്ടാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരുന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാനിവിടെ നമ്പർ ഓഫ് ചെയേഴ്സ് ആൻഡ് നമ്പർ ഓഫ് ടേബിൾസ് ഇത് രണ്ടുമാണ് അദ്ദേഹം വാങ്ങുന്നത്. നമ്പർ ഓഫ് ടേബിൾസ് ഞാൻ X ആയിട്ട് എടുത്തു, നമ്പർ ഓഫ് ചെയേഴ്സ് ഞാൻ Y ആയിട്ട് ചൂസ് ചെയ്തു. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഈ വേരിയബിൾസിനാണ് ഇവിടുത്തെ ഡിസിഷൻ വേരിയബിൾസ് നെയിം ചെയ്യുന്നത്. ഡിസിഷൻ വേരിയബിൾസ്. ഓക്കെ, ഇനി അടുത്ത് എന്താ ഫൈൻഡ് ചെയ്യേണ്ടത്? ഇനി നമ്മളിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഒപ്റ്റിമൈസേഷനാണ്. ഏത് ടൈപ്പ് ഓഫ് ഒപ്റ്റിമൈസേഷനാണ്? മാക്സിമൈസ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്? മാക്സിമൈസ്. എങ്ങനെയാണ് മാക്സിമൈസ് ചെയ്യേണ്ട പ്രോഫിറ്റ്? എത്ര ചെയേഴ്സും എത്ര ടേബിൾസും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ആകും അല്ലേ. ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും വാങ്ങുന്ന സംഭവങ്ങൾ തന്നെ അയാൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, വിൽക്കുന്നുണ്ട്. എത്ര ചെയേഴ്സും എത്ര ടേബിൾസും അയാൾ വാങ്ങിക്കുന്നുണ്ടോ ആ സാധനങ്ങളെല്ലാം അയാൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അടുത്ത നിങ്ങൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എങ്ങനെ വരുന്നത്? ഒരു ടേബിളിൻ്റെ കോസ്റ്റ് ഇവിടെ പറഞ്ഞു. ഒരു ടേബിളിന് 2,500 റുപ്പീസും ഉണ്ടോ, ഒരു ടേബിളിന് 2,500 റുപ്പീസും ഒരു ചെയറിന് 500 റുപ്പീസുമാണ്. ഒരു ചെയറിൻ്റെ 500 റുപ്പീസാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം എക്സ് ടേബിൾസ് ബൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ടേബിളിൻ്റെ കൗണ്ട്
ഒരു ടേബിളിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 2500 റുപ്പീസാണ്. അപ്പോൾ ഒരു ടേബിളിൻ്റെ കൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേബിൾസ് എക്സ് പ്ലസ് പ്രോഫിറ്റ് വരുന്നത് ഇങ്ങനെയാണ്. അടുത്തത് എത്ര ചെയേഴ്സ് വാങ്ങുന്നുണ്ട്, വൈ ചെയേഴ്സ് വാങ്ങുന്നുണ്ട്. ഒരു ചെയറിൻ്റെ പ്രൈസ് 500 റുപ്പീസാണ്. സോ അപ്പോൾ പ്രൈസ് ഓഫ് 1 ചെയർ ഇൻറ്റു നമ്പർ ഓഫ് ചെയേഴ്സ് ഹി ബോട്ട്. ഓക്കെ, ഇപ്പോൾ 500 ഈ ഫംഗ്ഷനെ നമ്മൾ ഇതൊരു ലീനിയർ ഇൻഇക്വാളിറ്റി ആണല്ലോ, ലീനിയർ ഇക്വാളിറ്റിയാണ്, ഇക്വേഷനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ഇക്വേഷനായിട്ട് എഴുതാം. ഞാനതിനെ ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. സോ അപ്പോൾ ഇതിനെ വിളിക്കുന്ന നെയിമാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ദറ്റ് ഈസ് ലീനിയർ ഫംഗ്ഷൻ ഓഫ് ദ ഫോം സം ax plus by where a and b are constants. ഓക്കെ, ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എക്സ് പ്ലസ് ബി വൈ എന്ന് പറയുമ്പോൾ കണ്ടോ, എക്ക് പകരം 2500ഉം ബിക്ക് പകരം 500ആണ്. സോ അപ്പോൾ ദ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ദ ഫോം ax plus by where a and b are constants which has to be maximized or minimized is called a linear objective function. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ഈക്വൽ ടു സം ax പ്ലസ് ബി വൈ ഫോർമാറ്റിൽ വരുന്ന ഒരു ലീനിയർ ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഒന്നില്ലെങ്കിൽ അതിനെ മാക്സിമൈസ് ചെയ്യും അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മാക്സിമൈസേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിൻ്റെ ഡിസിഷൻ വേരിയബിൾ ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റൈറ്റ് ചെയ്യുക. ഇനി തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ വേറെ കുറച്ച് കോൺസെപ്റ്റ് കൂടി തന്നിട്ടുണ്ടല്ലോ. ആ കോൺസെപ്റ്റ് വെച്ചിട്ട് ലീനിയർ ഇനീക്വാളിറ്റീസ് നിങ്ങൾ ഫോം ചെയ്യുക. ആ ലീനിയർ ഇനീക്വാളിറ്റീസിനെ വിളിക്കുന്ന നെയിമാണ് കൺസ്ട്രെയിൻസ്. കൺസ്ട്രെയിൻസ് എന്നാണ് അതിനെ നെയിം ചെയ്തു പോകും. നമുക്ക് പ്രോബ്ലം നോക്കാം. കണ്ടോ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഹിസ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ₹50,000. അദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 റുപ്പീസാണ്. അപ്പോൾ ഈ എമൗണ്ടിന് വേണം ഈ ചെയേഴ്സും ടേബിൾസും ഒക്കെ വാങ്ങാനായിട്ട് അല്ലേ. അപ്പോൾ ഒരു ചെയറിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്, ഒരു ടേബിളിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ പറയാം, അടുത്ത ലീനിയർ ഇനീക്വാളിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് 50,000 റുപ്പീസാണ്. 50,000 റുപ്പീസിന് അയാൾക്ക് എത്ര ചെയേഴ്സും എത്ര ടേബിൾസും വാങ്ങാം. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതാണ്, ദ പ്രൈസ് ഓഫ് 1 table into number of tables plus the price of 1 chair into number of chairs should be less than or equal to 50,000 rupees. ഇതല്ലേ ആ പറഞ്ഞ ബോർഡിൽ നിന്ന് കിട്ടുന്ന ഇനീക്വാളിറ്റി, ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ 50,000 റുപ്പീസ് എക്സീഡ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഈ 50,000 റുപ്പീസിന് വരെ അയാൾക്ക് പർച്ചേസ് ചെയ്യാം. അതിൽ കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ റുപ്പീസിന് അയാൾ പർച്ചേസ് ചെയ്യുന്ന നമ്പർ ഓഫ് ചെയേഴ്സിൻ്റെയും നമ്പർ ഓഫ് ടേബിൾസിൻ്റെയും ടോട്ടൽ കൗണ്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടോട്ടൽ പ്രൈസ്. ഇതിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസ്ട്രെയിൻറ്റ് കൊടുക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് വെച്ചിട്ട് ഫോം ചെയ്ത കൺസ്ട്രെയിൻ്റ് ആണ്. ഇനി അടുത്തത് വന്നിരിക്കുന്നത് കണ്ടോ, ഇനി സ്റ്റോറേജ് സ്പേസ് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം അയാൾക്ക് 60 പീസ് വരെ അയാളുടെ ഷോപ്പിൽ സ്റ്റോർ ചെയ്യാം. മാക്സിമം 60 പീസ് വരെ അയാൾക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ സ്റ്റോറേജ് കൺസ്ട്രെയിൻറ്റ് എങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്? സ്റ്റോറേജ് കൺസ്ട്രെയിൻറ്റ് അയാൾക്ക് എങ്ങനെ ഫോം ചെയ്യാം? സ്റ്റോറേജ് കൺസ്ട്രെയിൻറ്റ് മാക്സിമം 60 പീസ് വരെ ആകാം. മാക്സിമം 60 പീസ് വരെ അതിൽ കുറവാകാം. ഈ 60 പീസും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ചെയേഴ്സ് പ്ലസ് നമ്പർ ഓഫ് ടേബിൾസ് അല്ലേ. നമ്പർ ഓഫ് ടേബിൾസ് പ്ലസ് നമ്പർ ഓഫ് ചെയേഴ്സിൻ്റെ കൗണ്ടല്ലേ 60 എന്ന് പറയുന്നത്. അറ്റ് മോസ്റ്റ് 60 വരെ വരാമെന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതാണ് അടുത്ത കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ്. ഇനി മൂന്നാമതൊരു കൺസ്ട്രെയിൻറ്റും കൂടി വരും. അതെന്താ? അത് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ചെയേഴ്സ് എക്സ്, നമ്പർ ഓഫ് വൈ. ഓക്കെ, നമ്പർ ഓഫ് ചെയേഴ്സ് വൈയും നമ്പർ ഓഫ് ടേബിൾസ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു അല്ലേ. ഈ ടേബിൾസിൻ്റെ കൗണ്ടും ചെയേഴ്സിൻ്റെ കൗണ്ടും ആയിട്ടാണ് എക്സും വൈ എടുത്തിരിക്കുന്നത്. അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കില്ലേ. സോ അപ്പോൾ ലാസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിനെ നിങ്ങൾ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് വിളിക്കും. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഞാനിവിടെ തൊട്ട് മുന്നേ എഴുതിയ ഈ കൺസ്ട്രെയിൻസ് ലീനിയർ ഇനീക്വാളിറ്റിനെ നെയിം ചെയ്യുന്നത് ഇവിടുത്തെ കൺസ്ട്രെയിൻസ് എന്നാണ് കേട്ടോ. കൺസ്ട്രെയിൻസ്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോർമുലേഷനിൽ വരുന്ന
4 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേർഡ് പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു LPP പ്രോബ്ലം കിട്ടിയാൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഡിസിഷൻ വേരിയബിൾസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. രണ്ടാമത് ആ പ്രോബ്ലം ഏത് ഒപ്റ്റിമൈസേഷൻ കാറ്റഗറിയിൽ പെടും, മാക്സിമൈസേഷൻ ആണോ മിനിമൈസേഷൻ ആണോ, അതാണ് ആദ്യം നോക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ z = AX + BY ഫോർമാറ്റുള്ള ലീനിയർ ഇനീക്വാളിറ്റിനെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അത് ഒന്നില്ലെങ്കിൽ മാക്സിമൈസേഷൻ ആയിരിക്കും, മിനിമൈസേഷൻ ആയിരിക്കും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. തേർഡ് സ്റ്റെപ്പിൽ ബോർഡ് പ്രോബ്ലത്തിൽ കണക്റ്റ് ആയിരിക്കുന്ന വേറെ കുറേ ലീനിയർ ഇനീക്വാളിറ്റീസ് ഉണ്ടാവും. അത് വെച്ചിട്ട് കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുക. ഓക്കെ, ആ കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളോട് എടുക്കുന്ന ഡിസിഷൻ വേരിയബിൾസിൻ്റെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ഫോം ചെയ്യുക. X should be greater than or equal to 0 and Y should be greater than or equal to 0. ക്ലിയർ? സോ അപ്പോൾ ഞാനൂടെ പറയാം, ഇവിടെ വന്നിരിക്കുന്ന ഡിസിഷൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വേരിയബിൾസ് X and Y which are used in the LPP problem are known as decision variables. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ആർ യൂസ്ഡ് ഇൻ ദ LPP പ്രോബ്ലംസ്. LPP പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആണ് നമ്മുടെ ഡിസിഷൻ വേരിയബിൾസ്. ഇനി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ദ ലീനിയർ ഇനീക്വാളിറ്റീസ് ഓർ ഇക്വേഷൻസ് ഓർ റെസ്ട്രിക്ഷൻസ് ഓൺ ദ വേരിയബിൾസ് ഓഫ് എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആർ കോൾഡ് കൺസ്ട്രെയിൻസ്. അതായത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലീനിയർ ഇനീക്വാളിറ്റി ആകാം, ചിലപ്പോൾ ഇത് ഇക്വേഷൻ ആകാം, അല്ലെങ്കിൽ അതിനെ ചില കേസിൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറയാറുണ്ട്. സോ അപ്പോൾ ആ വേരിയബിൾസിൽ, അതായത് നമ്മുടെ ഡിസിഷൻ വേരിയബിൾസിൽ നമ്മൾ കൊടുക്കുന്ന റെസ്ട്രിക്ഷൻസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് നെയിം ചെയ്യുന്നത്. ഓക്കെ, ഇനി നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് നമ്മൾ പറഞ്ഞു വെച്ചു. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ദ വാല്യൂസ് ഓഫ് ദ ഡിസിഷൻ വേരിയബിൾസ് ഇൻവോൾവ്ഡ് ഇൻ ആൻ LPP ആർ നോൺ നെഗറ്റീവ്. ഓക്കെ, ദീസ് കണ്ടീഷൻസ് ആർ കോൾഡ് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്. X greater than or equal to 0, Y greater than or equal to 0 is the non negative restriction. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡിസിഷൻ വേരിയബിൾസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അതാണ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു, ദ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ദ ഫോം z = AX + BY which has to be maximized or minimized. ഇതിനാണ് ലീനിയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം LPP പ്രോബ്ലംസ് എങ്ങനെ ഫോമുലേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കണ്ടുവച്ചു. ഓരോ സ്റ്റെപ്പ് നോക്കുക. ആദ്യം ഡിസിഷൻ വേരിയബിൾസ് കണ്ടു, അതിനുശേഷം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തത് എഴുതി, അതിനുശേഷം കൺസ്ട്രെയിൻസ് ഫോം ചെയ്തു, നാലാമത് അതിൻ്റെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് കൂടി ആഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് ഒരു LPP പ്രോബ്ലം ഫോമുലേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? സോ ദ ഫോമുലേഷൻ ഓഫ് LPP പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനിയും കൂടുതൽ വീഡിയോസായിട്ട്, കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. സോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്